നമസ്കാരം. തിരുവനന്തപുരം പൂജപ്പുര ജയിലിലെ അധികൃതരോട് ഒരു അപേക്ഷയുണ്ട്. കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഒരു അപേക്ഷയായിട്ട് വേണം കാണാൻ. അവിടെ ഒരുത്ത നിരാഹാരം കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് നേരത്തെ അവരുടെ ഞരമ്പം പ്രവർത്തനത്തിന് ന്യായീകരണ നാക്കായി മാറിയിട്ടുള്ള ആ ഈശ്വർ ഉണ്ടല്ലോ, ഏത് പീഡിപ്പിക്കുന്നവരെ സഹായിക്കുന്ന ഒരു ഈശ്വരൻ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അങ്ങനെ ഈശ്വരന്മാരുണ്ട്. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു എന്ന പ്രിവിലേജ് വെച്ചിട്ട് ഏത് പോക്കർത്തരം കാണിക്കുന്നവനെയും ന്യായീകരിക്കാൻ നടക്കുന്ന ആ ഈശ്വരന്റെ പേര് വെച്ചുകൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഈശ്വരന്റെ പേരിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ബ്രാഹ്മണൻ, അവൻ അവിടെ പട്ടിണി കിടക്കുന്നുണ്ടെന്നുള്ളൊരു വിവരം പുറത്തു വരികയാണ്. അതിന്റെ പേരിൽ ഒരു വൈകാരികത ഉണർത്തിയെടുക്കാൻ, അല്ലെങ്കിൽ വികാരം ഉണർത്തിയെടുക്കാൻ വേണ്ടി ചില നായന്മാരൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ജയിൽ വകുപ്പ് അധികൃതരോട് പറയാനുള്ളത്, പച്ച വെള്ളം യവന് കൊടുക്കരുത്. യവൻ അവിടെ കിടന്ന് തീരുന്നതാണ് ഈ നാടിന് നല്ലത്. യവനെപ്പോലുള്ള കെടുതികൾ ഈ നാട്ടിൽ വന്നാൽ, ഈ നാട്ടിലെ സ്ത്രീകളുടെ മാനാഭിമാനത്തിന് വിലയിടുന്നവൻ, അതിന് വില കൽപ്പിക്കാത്തവൻ, ഏത് തരം സെക്ഷൽ പേവേർട്ടുകളെയും ന്യായീകരിക്കുന്നവൻ, ഇവനൊന്നും ഈ പൊതുസമൂഹ മണ്ഡലത്തിൽ ജീവിക്കാനേ യോഗ്യനല്ല. ഇവനൊക്കെ ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് മാഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ നാടിന് വലിയ ഗുണമാണ്. അത് അവൻ സ്വയം തന്നെ ഒരു വഴി തിരഞ്ഞെടുത്തു. അത് ഗാന്ധിജിയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത്. ഗാന്ധിജി പിന്നെ പീഡകന്മാർക്ക് വേണ്ടിയാണല്ലോ ഈശ്വരന്റെ പേരൊക്കെ ഇട്ടുകൊണ്ട് ചെന്ന് എവിടെയെങ്കിലുമൊക്കെ സത്യാഗ്രഹം കിടന്നത്. അദ്ദേഹം ഈ നാടിന് സ്വാതന്ത്ര്യം മേടിച്ചു തരാനാണ്. ഇവനൊക്കെ ചെയ്യുന്നതോ, പീഡിപ്പിക്കാൻ ഞങ്ങളെ അനുവദിക്കൂ, ബസ്സിൽ പുരുഷന്മാരുടെ ലൈംഗിക അവയവം എടുത്ത് സ്ത്രീകളെ കാണിക്കാൻ ഞങ്ങൾക്ക് അവകാശം തരൂ, പോക്സോ കേസ്, അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയൊക്കെ പീഡിപ്പിക്കാനായിട്ട് അവസരം തരൂ എന്നുള്ള രീതിയിലാണ് ഇവന്റെ പല കേസുകളും വന്നിട്ടുള്ളത്. ഇവൻ ആരെയൊക്കെയാണോ ന്യായീകരിച്ചിട്ടുള്ളത് അത് ഇത്തരം കേസുകാരെയാണ്. പിന്നീട് സിറ്റിക്കകത്ത് ഒരു നടി ആക്രമിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, ഗുണ്ടയെ പറഞ്ഞു വിട്ട് റേപ്പിന് കൊട്ടേഷൻ കൊടുക്കുന്നവർക്ക് വരെ ഇവന്റെ നാവ് വാടാക്കി കൊടുക്കും. അങ്ങനെ ഒരു സെക്ഷൽ പേവേർട്ടാണ് അവൻ. ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഈ നാടിന് വലിയ ഗുണമൊന്നുമില്ല. അവൻ ഇല്ലാതിരിക്കുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന സ്ത്രീകളുടെ മാനാഭിമാനത്തിനും അന്തസ്സിനും ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് ജയിൽ അധികൃതർ അവിടെ കിടന്നവൻ നിരാഹാരം കിടന്ന് പച്ചവെള്ളം പോലും കൊടുക്കണ്ട. ഇവരൊക്കെ ഈ സമൂഹത്തിലെ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു കൈസഹായമായിട്ടുള്ളവരല്ല. ഇവന്റെ നേട്ടത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനവും ഏത് അലവലാതിയെ ന്യായീകരിച്ചുകൊണ്ട്, കാര്യം നിങ്ങൾക്കറിയാലോ, പണമുള്ളവനായിരിക്കണം, നായരായിരിക്കണം, ഇൻഫ്ലുവൻസ് ഉള്ളവരായിരിക്കണം, അവർക്ക് വേണ്ടി മാത്രം നാവായിട്ട് മാറുന്ന അല്ലെങ്കിൽ വാഷിംഗ് മെഷീനായിട്ട് മാറുന്ന ഇവനെ പോലുള്ള ഞരമ്പൻ കെടുതികളൊക്കെ ഒരു കണക്കിന് ഈ നാടിനെ സംബന്ധിക്കുന്നിടത്തോളം വലിയ ശല്യങ്ങളാണ്. ആ പൊതുശല്യങ്ങൾ എങ്ങനെ, ഒരു ഇരയാക്കപ്പെട്ട സ്ത്രീയെ ഇരയല്ല എന്ന് പറയാൻ ഇവൻ ആരാണ്? ഇവനാണ് തീരുമാനിക്കുന്നത്. കാരണം ഇവിടെ നിയമവും ഇല്ല, കോടതിയില്ല. ഇവൻ തന്നെ ജഡ്ജ്, ഇവൻ തന്നെ വിധിപ്രസ്താവം നടത്തുന്നു. ഇവൻ തന്നെ ഏത് ഗോവിന്ദച്ചാമി ആയിരുന്നാലും ശരി അവരെയെല്ലാം വെള്ളപൂശുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ആര്യ ബ്രാഹ്മണനായതുകൊണ്ട് തന്നെ പിന്നോക്കക്കാർക്ക് വേണ്ടി അവന്റെ നാവ് ഒരിടത്തും പൊന്തത്തില്ല. അവരുടെ ജാതിയാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നീട് അവർക്ക് സമൂഹത്തിൽ പോപ്പുലാരിറ്റി ഉണ്ടെങ്കിൽ നാളെ എനിക്ക് അവരെ കൊണ്ട് ഗുണം ചെയ്യും, എനിക്ക് അവരെ കൊണ്ട് കച്ചവടം നടത്താം എന്നുള്ളത് കൊണ്ട് ഏത് മരപ്പാഴിനെയും ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഏത് ഞരമ്പനെയും, പ്രത്യേകിച്ച് അങ്ങനെ ഇപ്പൊ ഈ സുഡാപ്പികളെ കൂടി വല്ലാതെ ചേർത്ത് നിർത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ആ ബസ്സിൽ ഞരമ്പത്തരം കാണിച്ച ഫൈസൽ എന്ന് പറയുന്നവനെ ന്യായീകരിച്ചതും. ഇവന്റെ ന്യായീകരണം കൊണ്ട് പുറത്തേക്ക് വന്ന് ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പൂമാലയിട്ട് സ്വീകരിച്ചവൻ പിന്നീട് ബസ്സിൽ കയറി സ്ത്രീയുടെ സമാന തെണ്ടിത്തരം കാണിച്ചത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ ഇവൻ ആരെയൊക്കെയാണ് വെള്ളപൂശുന്നതെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ അഖില ലോക അലവലാദികളെയാണ്. അങ്ങനെയുള്ളവൻ ജയിലിൽ കിടന്ന് ഒടുങ്ങിയാൽ ഈ നാടിനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വലിയ നല്ല കാര്യമാണ് നടക്കാൻ പോകുന്നത്. 14 ദിവസമൊക്കെ ഇവൻ വെറും വെള്ളം കുടിച്ച് കിടക്കുകയാണെങ്കിൽ അവിടെ കിടന്ന് തീർന്നോളും. അത് ആരും ചെയ്തതല്ല, അവൻ സ്വയം വരുത്തി വെച്ച വിലയാണ്. അങ്ങനെയുള്ളവൻ ഈ തട്ടിപ്പ്, ഈ ഉടായ്പൊക്കെ അവിടെ കിടന്ന് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ മുന്നിൽ ഷോ ഇറക്കുക, നാട്ടുകാരുടെ മുന്നിൽ വികാരം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സുഡാപ്പിസ്റ്റ് ആയിട്ടുള്ള ഈ കപട ബ്രാഹ്മണനെ അവിടെ കിടന്ന് ഒടുങ്ങാനുള്ള എല്ലാ സഹായവും ആ ജയിലിനകത്തുള്ളവർ ചെയ്തു കൊടുക്കണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ് ഈ നാടിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്.